കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, BMTയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലെൻ ടോക്സ് എന്ന ലെന്റൻ മെഡിറ്റേഷൻ സീരീസിലെ ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ പാട്രിയാർക്കൽ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുക. ഈ ചരിത്രം പൂർവ്വപിതാക്കളുടെ പ്രയാണത്തിന്റെ ചരിത്രം കൂടെയാണ്. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഒരു പ്രയാണ ചരിത്രത്തെക്കുറിച്ചാണ് നാം വായിക്കുക. ദേശത്തുണ്ടായ ഒരു ക്ഷാമനിമിത്തം ഇസഹാക്ക് ഗരാർ പട്ടണത്തിലേക്ക് താമസം മാറ്റുവാനായി നിർബന്ധിതനാകുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ തന്റെ പിതാവായ അബ്രഹാം സഞ്ചരിച്ച ഇടങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ ഒരാവൃത്തി കൂടി സഞ്ചരിക്കുന്ന ഇസഹാക്കിനെ നാം ദർശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇസഹാക്ക് ആയിരിക്കുന്ന ബെർഷേബ എന്ന സ്ഥലത്തിന്റെ ചരിത്രം കൂടെ നാം വായിക്കുകയാണ്. അബ്രഹാമും അബീമേലെക്കും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ട ഇടമാണ് ബേർഷേബ. അതായത് ബേർ എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം വെൽ അഥവാ കിണർ എന്നും, ഷേബ എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം സെവൻ അല്ലെങ്കിൽ ഓത്ത് എന്നുമാണ് നൽകിയിരിക്കുന്നത്. അബ്രഹാമും അബീമേലെക്കും ഉടമ്പടിയിൽ ഏർപ്പെട്ടപ്പോൾ അതിന്റെ അടയാളമായി നൽകിയ ആടുകളുടെ എണ്ണത്തെയോ അവർ തമ്മിൽ ഉടമ്പടിയോ പോലും സൂചിപ്പിക്കുന്നതാകാം ഈ സ്ഥലത്തിന്റെ നാമത്തിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥവും യഥാർത്ഥമായ ആ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കുരിശും ശിഷ്യത്വത്തിന്റെ നവീന മാതൃകയും, ക്രോസ് ആൻഡ് എ ന്യൂ പാരഡൈം ടു ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയത്തിലൂന്നി നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഈ പ്രയാണ ചരിത്രം ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ വേദഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിവരണമാണ് കിണറുകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് ഗണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിത്യജിക്കുന്നതിലൂടെ ശിഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയായി ഇസഹാക്ക് മാറുന്നു. തർക്കമുണ്ടായാൽ ഇരുഭാഗത്തും നഷ്ടമുണ്ടാകുമെന്നും ഏറ്റവും വിലയേറിയ ഒരു ജലസ്രോതസ് നഷ്ടപ്പെടും എന്നുള്ള ദീർഘദർശനം ഒരുപക്ഷെ തന്റെ പിതാവുമായി ചെയ്ത ഉടമ്പടി ലംഘനത്തെ പോലും പൊറുക്കുവാൻ ഇസഹാക്കിന് കരുത്തേകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു അഭയാർത്ഥിയായി തങ്ങളുടെ ദേശത്ത് വന്ന ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ ആകുലതയാകാം ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഗരാർ ദേശക്കാരെ നയിക്കുന്നത്. വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കുന്നത് തുടർന്നുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെയും ഇസഹാക്കിന്റെ തീരുമാനത്തിന് യാതൊരു ചാഞ്ചല്യവുമില്ല. ക്ഷാമകാലത്ത് കിണറുകൾ, ജലസ്രോതസ്സുകൾ പങ്കുവെക്കലിന്റെ അനുഭവത്തിന്റെ ഇടമായി മാറേണ്ടതിന് പകരം അത് കലഹത്തിന്റെയും ഷണ്ഠയുടെയും ഇടമായിട്ട് മാറുന്നു. ജലത്തോളം വിലയുള്ളതാണ് സാമൂഹിക സൗഹൃദ അന്തരീക്ഷം എന്ന തിരിച്ചറിവ് ഭക്തനായ ഇസഹാക്കിനുണ്ട്. അവിടെയും ഇസഹാക്കും തന്റെ ദാസരും ഒരിക്കലും നിരാശരാകുന്നില്ല. തനിക്ക് അവകാശപ്പെടുന്നത് വിട്ടു നൽകുമ്പോൾ രഹോബോത്ത് നൽകി ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു. ക്ഷാമകാലത്ത് ഒരു അഭയാർത്ഥിയായിട്ട് അലയുന്ന ഇസഹാക്കിനെ തന്റേതായ ഇടം കണ്ടെത്തുവാൻ ശക്തീകരിക്കുന്നവനാണ് ദൈവം. ഇസഹാക്ക് ആദ്യം കുഴിക്കുന്ന കിണറിന്റെ പേര് ഏഷക് എന്നാണ്. ഇതിന് കോറൽ
കലഹം എന്നാണ് അർത്ഥം. രണ്ടാമത് നിർമ്മിക്കുന്ന കിണറിനെ സിത്ന എന്ന് നാമകരണം ചെയ്യുന്നുണ്ട്. ഈ വാക്കിന് ഹോസ്റ്റിലിറ്റി അഥവാ ശത്രുത്വം, വൈരം എന്നെല്ലാമാണ് അർത്ഥം. അതായത് അനുഭവിക്കുന്ന കലഹത്തെയും ശത്രുതയെയും ത്യാഗത്തിന്റെ അനുഭവത്തിലൂടെ തരണം ചെയ്യുന്ന യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ മാതൃകയെ ഇസഹാക്കിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇങ്ങനെ തനിക്ക് അവകാശപ്പെട്ടതുപോലും ത്യജിക്കുന്ന ശിഷ്യന് ലഭിക്കുന്ന പ്രതിഫലമാണ് റഹോബോത്ത്, നമ്മുടേതായ ഇടം കണ്ടെത്തുവാൻ, ഫൈൻഡിങ് അവർ ഓൺ സ്പേസ്, അതിനായിട്ടുള്ള അവസരം. തുടർന്നുള്ള വാക്യം വായിക്കുക. ഇസഹാക്കിൽ ദൈവം പ്രസാദിക്കുന്നതും തന്നോടുള്ള വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്നതും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഒന്നും വിട്ടു നൽകാതെ മുറുകെ പിടിക്കുന്ന ഒരു ലോകത്ത്, എല്ലാം കാൽക്കീഴിയാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ലോകത്ത്, പരിത്യജനത്തിലൂടെ പരമാർത്ഥമായ ശിഷ്യത്വത്തിന്റെ വക്താക്കളാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്നത്തെ ധ്യാനത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വക്താക്കളായിട്ട് മാറുവാൻ, പരിത്യജിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Tosha